നമ്മുടെ പുതിയ ചാനൽ വഴിയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ, നല്ല ലാവണ്ടർ ഷെയ്ഡാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡാണ്. റേറ്റ് ഉള്ള ഐറ്റം ആട്ടോ, കാരണം മെറ്റീരിയൽ കൂടിയതാണ്. ലിനൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സാധാരണ ലിനൻ സിൽക്കിനേക്കാളും എനിക്ക് കുറച്ച് റേറ്റ് കൂടിയ ഫാബ്രിക്കാണ്. ഓരോന്ന് റേറ്റ് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ആ മെറ്റീരിയലിന് റേറ്റ് കൂടുതലായിട്ടായിരിക്കും ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു ടിഷ്യൂ പോലെ, നമ്മുടെ നോർമൽ ടിഷ്യൂ വരുമ്പോൾ ഒരു ഇച്ചിരി എന്താ പറയുക, ഗോൾഡൻ പോലത്തെ ഷെയ്ഡ്സിലെ വരിക. ഇത് കുറച്ചൊരു സിൽവർ ടോണിൽ ചെറിയ വീവിങ് പോയിട്ടുണ്ട്. നല്ല വെറൈറ്റി ലുക്ക് ആട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷന് നല്ല ഹെവി ആയിട്ട് നമ്മുടെ ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല കളേഴ്സ് ആണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഹാൻഡ് വർക്ക് അതിലും ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സിൽ കൂടെ ഒക്കെ ചെറുതായിട്ട് ഹാൻഡ് വർക്കും വരുന്നുണ്ട്. മൊത്തത്തിൽ കാണാൻ നല്ലതാണ്. ദുപ്പട്ടയാണ് ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് എപ്പോഴും ഹാൻഡിലേക്ക് ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. പിന്നെ ബോട്ടം വരുന്നത് ഈ ഒരു സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്. വാഷ് ചെയ്യാൻ ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആട്ടോ. ലിനൻ സിൽക്ക് ആണെന്ന് പറഞ്ഞാലും വാഷ് ചെയ്യാം. ഒരുപാട് ഭയങ്കരമായിട്ട് റഫായിട്ട് യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. മാത്രമല്ല ദുപ്പട്ടയ്ക്കകത്തും ഹാൻഡ് വർക്ക് മൊത്തത്തിൽ പോയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇതായിട്ട് അലക്കരുത്. ഷാമ്പു വാഷ്, ഹാൻഡ് വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. നമുക്കിതിന്റെ നമ്പർ V291, റേറ്റ് 2690, 2690. അടുത്ത് വരുന്നത് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഇതിലും ആ ഒരു സിൽവറിന്റെ ചെറിയ ടോൺ ടോപ്പിൽ വരുന്നുണ്ട്. ദുപ്പട്ട കുറച്ച് ഡാർക്കർ ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ഡാർക്കർ ടോണാണ് നമുക്ക് ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇതിൽ ഫുൾ ആ ഒരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ. ബുലിയൻ ഫ്ലവേഴ്സിന്റെ വർക്കും ഉണ്ട്. ആ ഒരു സീക്വൻസ്, ഫ്രഞ്ച് നോട്ട് എല്ലാം ചേർത്തിട്ടാണ് നമുക്ക് ദുപ്പട്ട ചെയ്തേക്കുന്നത്. അത്യാവശ്യം ദുപ്പട്ടയ്ക്ക് തന്നെ ചെയ്യാൻ നല്ല റേറ്റ് വരും. കാരണം ആ ഹാൻഡ് വർക്ക് മൊത്തത്തിൽ പോയിരിക്കുന്നതുകൊണ്ട് അകത്ത് മൊത്തത്തിൽ ആ ഫ്ലവേഴ്സിൽ കൂടെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഇതുപോലെ, അതുമെല്ലാം ബുലിയൻ ഫ്ലവേഴ്സിന്റെ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ നമ്പർ V292, റേറ്റ് 2690. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആട്ടോ, ഡാർക്കർ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ വരുന്ന ചുരിദാർ പോലെയല്ല, കുറച്ചുകൂടെ പാർട്ടി വെയർ ആയിട്ട് പ്രീമിയം ലുക്കിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പൊ ആ റേഞ്ച് ഉദ്ദേശിക്കുന്നവർ അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ കാണിക്കുന്നത്. അപ്പൊ അത് പറ്റുന്നവർ നോക്കിയാൽ മതി. ഇപ്പൊ എല്ലാ റേഞ്ചിലും നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഡെയിലി വെയർ നോക്കുന്നവരാണെങ്കിൽ റേറ്റ് കുറഞ്ഞതും എല്ലാം നമ്മൾ വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ എല്ലാ ടൈപ്പ് ഐറ്റംസിലും വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ളത് നോക്കിയെടുത്താൽ മതി കേട്ടോ. നമുക്കിത് അടുത്ത കളർ നല്ല ബ്ലൂ കളർ. ഇതൊരു ഏകദേശം റോയൽ ബ്ലൂവിന്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ടോപ്പിൽ വരുമ്പോൾ ആ ഒരു ചെറിയ സിൽവർ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഭയങ്കര അങ്ങോട്ട് എടുത്ത് നിൽക്കത്തില്ല. കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. ദുപ്പട്ട കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ട് വരും കേട്ടോ. അതിൻ്റെ അകത്തും ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ് വർക്ക് മൊത്തത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റാ. ലിനൻ, പ്യുവർ ലിനന്റെ ആ ഒരു ഇത് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ലിനൻ സിൽക്കാണ് ഫാബ്രിക്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ V293, റേറ്റ് 2690. നമുക്ക് അടുത്തത് ഒരു പീച്ച് കൂടിയിട്ടുള്ള ഷെയ്ഡോ. കറക്റ്റ് റെഡ് എന്നും പറയാൻ പറ്റില്ല, പീച്ച് എന്നും പറയാൻ പറ്റില്ല. അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. കാരണം ആ ഒരു ബ്ലെൻഡ് ആയിട്ടാണ് കളറെല്ലാം പോകുന്നത്. ആ ഒരു ചെറിയ സിൽവർ ടോൺ കൊണ്ട് വരുന്നതുകൊണ്ട് മിക്സഡ് ടൈപ്പ് കളറായിരിക്കും. ദുപ്പട്ട ഒരു കുറച്ചൊരു മെറൂണിന്റെ ടോൺ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതുപോലെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. ദുപ്പട്ട നല്ല ഗ്രാൻഡ് ലുക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ആ വർക്ക്, ഹാൻഡ് വർക്ക് കൂടെ കൊടുത്തേക്കുന്നത്. സാറിന് നമുക്കിങ്ങനെ ദുപ്പട്ടയിൽ ഹാൻഡ് വർക്ക് വരുന്നത് വളരെ കുറവാണ്. ഇത് എല്ലാ ഫ്ലവേഴ്സിൽ കൂടെയും ബുലിയൻ ഫ്ലവേഴ്സും ആ ഒരു ഫ്രഞ്ച് നോട്ട് ഡിസൈനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം റേറ്റും വരും കേട്ടോ. ആ ഒരു വർക്കിന് തന്നെ അത്യാവശ്യം റേറ്റ് വരും. പിന്നെ ബോർഡർ ഒക്കെ ഉണ്ടല്ലേ, നമ്മുടെ നോർമലി കാണുന്ന സൈസ് ബോർഡർ അല്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കളർ ഞാൻ പറഞ്ഞില്ലേ, മെറൂൺ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. ഇപ്പൊ ഇതിൽ ചെറിയൊരു സെൽഫ് ലൈൻ പോലത്തെ ഡിസൈൻ അതെല്ലാത്തിലും ഉണ്ട് കേട്ടോ. നമ്പർ V294, റേറ്റ് 2690. അപ്പൊ ഇതില് ലാസ്റ്റ് കളർ ഇതാ കേട്ടോ. നല്ല ആഷ് കളർ, അതായത് നമുക്കൊരു ബ്ലാക്ക് പോലെയാണ് ദുപ്പട്ട തോന്നിക്കുന്നത്. ദുപ്പട്ട ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. ടോപ്പിൽ ഞാൻ പറഞ്ഞില്ല, ഒരു സിൽവർ ഷെയ്ഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇങ്ങനെ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡിൽ നമുക്ക് ആ ഒരു ദുപ്പട്ട കിട്ടും. ശരിക്കും പറഞ്ഞാൽ ലിനൻ സിൽക്കിലൊക്കെ വരുമ്പോഴത്തേനും ബ്ലാക്ക് പോലെ തന്നെയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. പക്ഷെ കറക്റ്റ് ആ ഒരു ബ്ലാക്ക് ഇതിൻ്റെ അകത്ത് കിട്ടത്തില്ല. അപ്പൊ ഒരു ആഷാണ് ശരിക്കും കളർ വരുന്നത്. ആ രണ്ട് കളറുടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. കറക്റ്റ് നമുക്കൊരു കളർ പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ആഷ് തന്നെ, പക്ഷെ ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു ആഷ് കളർ. ഫുള്ളായിട്ട് കാണാൻ നല്ലതാണ്. സാധാരണ ആഷ് എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് എല്ലാവരും മാറ്റി വയ്ക്കുന്ന ഒരു കളർ. പക്ഷെ ഇതിന് നല്ല രസമുണ്ട് ഈ ആഷ് കാണാനായിട്ട്. ഫുൾ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ നമ്പർ V295, റേറ്റ് 2690.